എവിടെ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ എവിടെ എത്തി നോക്കൂ. ഈ വിവാദം തുടങ്ങുമ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ധൈര്യമായി സംസാരിച്ച ലൈവിൽ വന്നിരുന്ന ആളുകൾ ഓരോരുത്തരായി ജയിലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കെ എസ് ബൈജുവിനെ ഓർമ്മയില്ലേ? ഈ കേസിൽ 4-ാമത് അറസ്റ്റിലായത് കെ എസ് ബൈജു ആയിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് തരികയും ഇത് മൊത്തം പ്രശ്നമാണ്, അവനാണ് കുഴപ്പം, ഇയാളാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കെ എസ് ബൈജു ജയിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെയായിരുന്നു എൻ വാസു വന്നത്. എൻ വാസുവും കുറേ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുകയും എൻ വാസു ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി വിശദീകരിക്കുകയും ചെയ്തു. രേഖയും കാണിച്ചു. എൻ വാസുവും അകത്തു പോകുന്നു. അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാറിൻ്റെതാണ് ഇന്നത്തെ മാസ്റ്റർ ഡയലോഗ് ഉണ്ടായിരുന്നത്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത്, ഞാൻ വരുമ്പോൾ ഇത് പണ്ടല്ലോ സ്വർണ്ണമൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ വരുമ്പോൾ ഇത് സ്വർണം പൂശിയതായി എനിക്ക് തോന്നിയതേ ഇല്ല, അത് ചെമ്പായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പിടി വീഴുന്നതും. ഇപ്പോൾ കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ പറഞ്ഞ് എത്തിക്കുന്ന ഒരു കാര്യം, ഇത് അറിയാതെ എഴുതിയതല്ല. ഇപ്പോൾ മുരാരി ബാബു എന്ന് പറഞ്ഞ ഈ കേസിൽ 2-ാമത് അറസ്റ്റിലായ വ്യക്തി പറഞ്ഞത്, അത് ശരിക്കും ലോഹമാണല്ലോ, ചെമ്പാണല്ലോ, അതിൻ്റെ പുറത്ത് സ്വർണം പൂശിയതല്ലേ, അപ്പോൾ സ്വർണ്ണ തകിടെന്ന് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് അത് ചെമ്പ് തകിടെന്ന് ഞാൻ എഴുതി, അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അപ്പോൾ അത് അങ്ങനെയല്ലേ പറ്റൂ എന്നുള്ളതൊക്കെയാണ്. അവസാനം കോടതി അന്വേഷണ സംഘവും പറയുന്നു, മനഃപൂർവ്വം കഴിഞ്ഞ എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വരി, ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുകയും ആളുകൾക്ക് വലിയ ലാഭമുണ്ടാക്കുകയും ഈ ഏജൻറ്റുമാർക്ക് വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതെന്നുള്ളതാണ്. മനഃപൂർവ്വം സ്വർണ്ണ പൂശിയ സാധനങ്ങൾ, അതായത് അത് കട്ടളപ്പാളിയായാലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്ത് പൂശിയ പാളികളായാലും ഇതെല്ലാം മനഃപൂർവ്വം എടുത്ത് മാറ്റുകയും ആ മനഃപൂർവ്വം എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ രേഖകൾ കൃത്രിമം കാണിച്ച് സ്വർണ്ണമില്ല എന്ന് എഴുതി വെച്ചത്, എന്ന് വെച്ചാൽ അത് ലോഹം മാത്രമാണ് എന്നെഴുതി വെച്ചത് ബോധപൂർവമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വളരെ വ്യക്തമായ ഒരു കൊള്ളയുടെ കണക്ക് ഓരോന്നോരോന്നായി വരികയാണ്.